നമസ്കാരം, വെൽക്കം ബാക്ക് ടു സി കോർണർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. ഫേസ് പാക്ക് മാത്രമല്ല, ഇതൊരു 3 സ്റ്റെപ്പ് ഫേഷ്യൽ കൂടിയാണ്. അപ്പൊ ഇത് നമ്മുടെ ഫേസിലുള്ള ഓയിൽ കൺട്രോൾ ചെയ്യുന്നതിനും ഫേസിൽ സെക്രേറ്റ് ചെയ്യുന്ന ആ ഓയിൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിൻസ്, ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ടാകുന്നുള്ളത്. അപ്പൊ അത് മെയിൻ ഒരു കോസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ ഓയിൽ സെക്രീഷൻ മൂലമാണ് നമുക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഓയിൽ സെക്രീഷൻ കുറച്ച് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് കുറയ്ക്കാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇന്നത്തെ ഈ ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. മിക്ക സാധനങ്ങളും നമുക്ക് എപ്പോഴും തന്നെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതുമാണ്. ഇന്നത്തെ നമ്മുടെ ഫേഷ്യലിലെ മെയിൻ താരം എന്ന് പറയുന്നത് ബനാനയാണ്, അതായത് പഴുത്ത നേന്ത്രപ്പഴം, അതായത് ഏത്തപ്പഴം. അപ്പൊ ഏത്തപ്പഴത്തിന്റെ തൊലി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഫേഷ്യലിന്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ഒന്ന് നോക്കുക, അവിടെ ഞാൻ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബനാന ഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബനാനയിലുള്ള പൊട്ടാഷ്യാണ് നമ്മുടെ ഈ സ്കിന്നിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഓയിലി സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫേഷ്യല് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു പീസ് പഴം, അതായത് നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ അത്രയും നല്ലത്. അത് നമ്മൾ എടുത്തിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പൊ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഫേഷ്യൽ ത്രൂ ഔട്ട് ആയിട്ട് വേണ്ടത് നമ്മൾ ഈ അരച്ചെടുത്ത ബനാനയുടെ ഈ ഒരു മിക്സ് ആണ്. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി എടുത്തു വെക്കുക. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഫേഷ്യലിലെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പഴം, അതായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പകുതി പഴമാണ്, അത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായ ക്ലെൻസിങ് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ക്ലെൻസർ തയ്യാറാക്കാം. ക്ലെൻസറിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ അരച്ച പഴത്തിൽ നിന്നും 1 സ്പൂണും അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗർ അതേ സ്പൂണിൽ തന്നെ 1 സ്പൂൺ, അതായത് 1:1 റേഷ്യോയില് അരച്ച പഴവും ആപ്പിൾ സൈഡർ വിനീഗറും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇവിടുത്തെ ക്ലെൻസർ തയ്യാറാക്കുന്നത്. നമ്മുടെ ക്ലെൻസർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ എടുക്കുന്നത് ഇതുപോലൊരു പീസ് ഓഫ് കോട്ടൺ ആണ്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങളുടെ മുഖം നന്നായിട്ടൊന്ന് കഴുകുക. അതിനുശേഷം ഇതുപോലെ ഒരു കോട്ടൺ ബോൾ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ക്ലെൻസറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്ലെൻസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫേസിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അപ്ലൈ ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് കഴുകി കളയാവുന്നതാണ്. നമ്മുടെ ഫേഷ്യലിലെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ക്ലെൻസർ എല്ലാം നല്ലതുപോലെ കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്രബാണ്. നമ്മൾ സ്ക്രബ് തയ്യാറാക്കുന്നത് ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരുന്ന നമ്മുടെ പഴത്തിൽ നിന്നും 1 സ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് റവയാണ്. റവയ്ക്ക് പകരം നിങ്ങൾക്ക് പുട്ടുപൊടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ റവയും പഴത്തിന്റെ മിക്സും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്ക്രബ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്ക്രബ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ സാധാരണ സ്ക്രബുകളെല്ലാം സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ നമ്മുടെ സ്ക്രബ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫേഷ്യൽ മസാജ് ആണ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ 3 സ്റ്റെപ്പ് ഫേഷ്യൽ എന്ന് പറയാൻ കാരണം, ഒരു ഫേഷ്യൽ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് എത്രമാത്രം നല്ലതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇത് ആക്നെ പ്രോൺ സ്കിൻ ആയിട്ടുള്ളവർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഫേസിലുള്ള പിമ്പിൾസ് പോവാനും ഇനി മുതൽ പുതിയ പുതിയ പിമ്പിൾസ് വരാതിരിക്കാനായിട്ടും ഈ ഒരു ഫേഷ്യൽ മസാജ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ഫേഷ്യൽ മസാജിന് ഞാൻ എടുക്കുന്നത് നമ്മൾ മുന്നേ തന്നെ അരച്ചു വെച്ചിരുന്ന നേന്ത്രപ്പഴത്തിന്റെ മിക്സ്, അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റിന്റെ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫേസിൽ എത്രമാത്രം ഓയിൽ സെക്രീഷൻ കുറഞ്ഞു എന്നുള്ളത്. ഈ 3 സ്റ്റെപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ്. ഫേസ് പാക്കിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ അരച്ചു വെച്ചിരുന്ന നമ്മുടെ പഴത്തിന്റെ മിക്സ് 1 സ്പൂണ്. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവാണ്. ഈ കടലമാവിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മുൾട്ടാണി മിട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് മുൾട്ടാണി മിട്ടി തന്നെയാണ്. അത് നമ്മുടെ സ്കിന്നിലെ ഓയിൽ സെക്രീഷൻ വളരെ നന്നായിട്ട് കുറയ്ക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മുൾട്ടാണി മിട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കടലമാവോ അരിപ്പൊടിയോ ഉപയോഗിച്ച് ചെയ്യുക. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ 1 സ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആപ്പിൾ സൈഡർ വിനീഗർ ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാരങ്ങ നീരും ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കടലമാവ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുൾട്ടാണി മിട്ടി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫേസ് പാക്കും തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് ചെറു ചൂട് വെള്ളത്തിൽ വേണം കഴുകി കളയാനായിട്ട്. അപ്പൊ നമുക്ക് 20 മിനിറ്റിന് ശേഷം കാണാം. അപ്പൊ നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോഴും. അപ്പൊ നമുക്കിനി ഇതൊന്ന് കഴുകി കളയാം. അപ്പൊ നമ്മൾ കഴുകി കളയാനായിട്ട് ഉപയോഗിക്കുന്നത് ചെറു ചൂടുവെള്ളം ആയിരിക്കണം. അപ്പൊ നമുക്ക് കഴുകി കളഞ്ഞിട്ട് കാണാം. നമ്മുടെ ഫേസ് പാക്ക് അപ്പൊ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഫേസ് എത്രമാത്രം ബ്രൈറ്റ് ആയി എന്നുള്ളത്. അപ്പൊ ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നില്ല. നമ്മുടെ ഈ ബനാന ഫേഷ്യൽ കൊണ്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് നല്ല രീതിയിൽ നടക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് എടുത്ത് പറയാതിരുന്നത്. പിന്നെ നമ്മൾ ഇന്ന് ചെയ്ത ഈ ഫേഷ്യലിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള ഓയിൽ സെക്രീഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അതുവഴി നമ്മുടെ പിമ്പിൾസ് വരുന്നത് തടയുക എന്നുള്ളതും കൂടിയാണ്. പിന്നെ ഇന്നത്തെ ഈ ഫേസ് പാക്ക് നമ്മൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ കഴുകി കളഞ്ഞു. ബാക്കിയുള്ള മിക്ക ഫേഷ്യലും നമ്മൾ ഡ്രൈ ആകുന്നത് വരെ നമ്മുടെ ഫേസിൽ വെക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ പെട്ടെന്ന് കഴുകി കളഞ്ഞതിന്റെ കാരണം നമ്മൾ ഈ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ കുറച്ചധികം സ്റ്റെപ്പുകൾ നമ്മുടെ ഫേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ 20 മിനിറ്റ് കൊണ്ട് തന്നെ കഴുകി കളയാം. അല്ല നമ്മളൊരു ഫേസ് പാക്ക് മാത്രമായിട്ട് ഒരു ദിവസം അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിൽ കുറച്ച് കൂടുതൽ നേരം വെക്കുന്നതാണ് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത്. ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 1 തവണ വീതം ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് വല്ലാതെ അങ്ങ് ഓയിൽ സെക്രീഷൻ വല്ലാതെ അങ്ങ് ഓയിലി ആയിട്ടുള്ള ഒരു സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഫേസ് പാക്ക് ഓയിലി സ്കിൻ ആയിട്ടുള്ളവരും അതുപോലെ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരു വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഇന്നത്തെയും ഈ ഈസി ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ആരെങ്കിലും പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എപ്പോഴും തന്നെ കിട്ടുന്നതായിരിക്കും.
അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ വേറൊരു യൂസ്ഫുൾ ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.